വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപം തുടർച്ചയായിട്ട് ഉണ്ടാകുന്ന സമയത്ത് പാർട്ടി നടപടി സ്വീകരിച്ചില്ല എന്ന് പറയുന്ന അദ്ദേഹം പറയുന്ന കോറായിട്ടുള്ള ഒരു ഇഷ്യൂ ഇല്ലേ, ആ ഇഷ്യൂ എന്താ അഡ്രസ് ചെയ്യപ്പെടാത്തത്? ഒരു LC അംഗം അദ്ദേഹത്തിന്റെ പിതാവിനെ അവഹേളിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ പറയട്ടെ, ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ നടൻ ശ്രീ മമ്മൂട്ടിയെ സൈബർ ഹാൻഡിലുകളിൽ നിന്ന് ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായിട്ട് അദ്ദേഹത്തിനോട് ക്ഷമ ചോദിച്ചത് ആരാ? നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ? അപ്പോൾ ശ്രീ സുധാകരനെ പോലെ 63 വർഷം പാർട്ടിയുടെ എല്ലാമായി പ്രവർത്തിച്ചിരുന്ന ഒരു നേതാവ് ഈ കാര്യം പറയുന്ന സമയത്ത് അത് അന്വേഷിക്കണ്ടേ? ശ്രീ MA ബേബി പറഞ്ഞത് എന്താ? അദ്ദേഹത്തിനെ ആരെങ്കിലും അധിക്ഷേപിച്ചെങ്കിൽ അത് വ്യാജ അക്കൗണ്ടുകളിൽ നിന്നായിരിക്കുമെന്ന്. വ്യാജ അക്കൗണ്ടും ജെനുവിൻ അക്കൗണ്ടും എല്ലാം ചേർന്നിട്ട് ശ്രീ മമ്മൂട്ടിയെ ആക്ഷേപിച്ചപ്പോൾ ഏതാനും മണിക്കൂറുകൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ നമ്മുടെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിനോട് പരസ്യമായിട്ട് ഖേദപ്രകടനം നടത്തുന്നതിന്. ഞാൻ പറഞ്ഞത് മമ്മൂട്ടി അർഹിക്കുന്നതിന്റെ 10-1 ശ്രീ സുധാകരൻ അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ട്, അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലം കൊണ്ട്, ഉണ്ടാക്കിയ സ്വീകാര്യത കൊണ്ട് അദ്ദേഹം അർഹിക്കുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ? അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കാര്യം നോക്കൂ. അമ്പലപ്പുഴയിലെ ഭൂരിപക്ഷം കുറഞ്ഞു, അതിനെതിരെ അന്വേഷണം ഉണ്ടായി. ആ അന്വേഷണത്തിനെ കുറിച്ച് തന്നോട് വിശദീകരണം ചോദിക്കുന്ന സമയത്ത് ഇളവരം കരീമാണ് അതിന്റെ അന്വേഷണം നടത്തുന്നത്. 25 പേജുള്ള വളരെ വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് താൻ കൊടുത്തു. അതവർ വായിച്ചേ നോക്കിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപം.